അപ്പോ ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ചില സത്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ ആര് എന്ന് നമുക്കറിയാം. നമസ്കാരം. അപ്പോൾ ലഡാക്കില് നടന്ന കലാപത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ ലഡാക്ക് കലാപത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകാത്തത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉയർന്നിട്ടുണ്ടാവും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവര് ആ ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തന്നെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് വിനയായി മാറും എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പോ നമ്മൾ ആ വിളിച്ചു പറയാത്ത സത്യങ്ങൾ എന്തൊക്കെ, ഈ ലഡാക്ക് കലാപത്തിന് പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികൾ ആര് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആദ്യമേ തന്നെ രണ്ട് പേരുകളാണ് ഇതിൽ വന്നത്. ആദ്യം വന്നത് എന്ന് പറയുന്നത് സോനം വാങ്ചുക് എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത പരിസ്ഥിതി പ്രവർത്തകന്റെ ഒരു പേരാണ്. അദ്ദേഹമാണ് കലാപത്തിന് തുടക്കമിട്ടത്. അറബ് വസന്തം എന്ന് പറഞ്ഞു, വിസ്മയം എന്ന് പറഞ്ഞു, നേപ്പാളിലെ ജൻസി കലാപത്തെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ സ്വയംഭരണാവകാശം കിട്ടുള്ളൂ, അല്ലെങ്കിൽ സംസ്ഥാന പദവി കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. 15 ദിവസം അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചു. അതിനുശേഷം അദ്ദേഹം കലാപം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുങ്ങി എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനുശേഷം BJP പ്രതിനിധി വന്ന് തെളിവുകളോടുകൂടി അവതരിപ്പിച്ചു. കോൺഗ്രസ് കൗൺസിലർ സ്റ്റാൻസിംഗ് ഷെപാങ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് കൗൺസിലർ കൂടി ആയുധങ്ങളുമായി ഈ കലാപകാരികളോടൊപ്പം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് നമ്മൾ ചൂഴ്ന്നു നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും പങ്ക് വളരെ വ്യക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ എല്ലാം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറയുന്നത് ലേ അപ്പെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്, ഇതെല്ലാം ചേർന്ന് രൂപീകരിച്ച ഒരു യുണൈറ്റഡ് ലഡാക്ക് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു NGO, അതിന്റെ പ്രവർത്തകനായിരുന്നു ഈ സോനം വാങ്ചുക് എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം രൂപീകരിച്ച ആ ഒരു കൂട്ടായ്മ, അതിലൂടെ പ്രക്ഷോഭം എന്നുള്ളതാണ് എല്ലാവരും പുറത്ത് കാണിക്കാൻ ശ്രമിച്ചത്. പക്ഷെ സത്യത്തിൽ ഇവിടെ കോൺഗ്രസിന്റെ ഒരു പിന്തുണ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ ഞെട്ടിക്കുന്ന ചില സംഘടനകളുടെ പേരുകളും ഇവിടെ പറയേണ്ടി വരും. അതായത് ഈ ഒരു സംസ്ഥാന പദവിക്ക് വേണ്ടിയിട്ടോ ഗോത്ര പദവിക്ക് വേണ്ടിയിട്ടോ ഉള്ള പോരാട്ടത്തിൽ പിന്നിൽ പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സംഘടനകൾ കൂടിയാണ്. ആ ഇസ്ലാമിക സംഘടനകളുടെ പേരുകൾ കൂടി ഞാനൊന്ന് പറയാം. അതായത് ഇസ്ലാമിക് സ്കൂൾ കാർഗിൽ, ഇമാം ഖൊമേനി മെമ്മോറിയൽ ട്രസ്റ്റ്, നാഷണൽ കോൺഫറൻസ്, PDP എന്നിവരുടെ ഒരു അലയൻസ് കൂടി ഈ ഒരു കലാപത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. മാത്രമല്ല ഡീപ് സ്റ്റേറ്റിന്റെ പങ്കും ഇതിലുണ്ട്. അതായത് ഇവിടെ കൃത്യമായിട്ട് ഇത് ഒതുക്കാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് തുടങ്ങി വൈകിട്ട് 4 മണിയായപ്പോഴത്തേക്ക് ഈ കലാപം അടിച്ചമർത്തപ്പെട്ടു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലാണെന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായി നോർമൽ രീതിയിൽ കലാപം ആരംഭിക്കും. സാധാരണ കലാപം എന്ന് പറയുമ്പോൾ, അതും യുവാക്കളോ വിദ്യാർത്ഥികളോ ഒക്കെ നടത്തുന്ന ഒരു കലാപം എന്ന് പറയുമ്പോൾ അവിടെ വെടിവെപ്പ് എന്ന് പറയുന്നത് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചായിരിക്കും. പക്ഷേ ഈ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ഉള്ള വെടിവെപ്പിലല്ല ഇതില് കൂടുതൽ മരണങ്ങളും സംഭവിക്കുന്നത്. കാരണം റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മരണം സംഭവിക്കില്ല. പക്ഷെ വേറെ ആരൊക്കെയോ അപ്പോ വെടിവെക്കുന്നുണ്ട് ഇതിനിടയിലൂടെ. അങ്ങനെ കലാപകാരികളെ കൊല്ലുന്നുണ്ട്. അതാരാണ്? അത് അമേരിക്കയുടെ ചാരന്മാരാണ്. അവര് ഓരോ രാജ്യത്തിലോട്ടും ഈ കലാപം സംഭവിക്കുമ്പോൾ കടന്നു കയറി ഈ പോലീസ് വെടിവെപ്പിന്റെ ഒപ്പം തന്നെ ഇവരുടെ ഒരു വെടിവെപ്പ് കൂടി നടത്തുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അപ്പോ ഇവിടെ കൃത്യമായിട്ട് ഇത് ആളിക്കത്താതിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ടിയർ ഗ്യാസും അതുപോലെ തന്നെ ജലപീരങ്കി, ലാത്തി ചാർജ്, ഇതൊക്കെ മാത്രമേ നടത്തിയുള്ളൂ. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചില്ല. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചിരുന്നെങ്കിൽ യഥാർത്ഥ ചില ബുള്ളറ്റുകൾ കലാപകാരികളുടെ മേൽ തറച്ചേനെ എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോ ആ ഡീപ് സ്റ്റേറ്റിന്റെ ആ ഒരു അജണ്ട തന്നെ അവിടെ അടിച്ചമർത്തപ്പെട്ടു. അതായത് കൊലപാതകങ്ങൾ നടത്തുക, അതിലൂടെ രാജ്യം കത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അവരുടേത് നടന്നില്ല. അവരുടെ അജണ്ട നടന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, നമ്മൾ ഈ ലഡാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ബുദ്ധിസ്റ്റുകളാണ് അവിടെ മുഴുവൻ എന്ന് വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ബുദ്ധിസ്റ്റുകളല്ല.
ഈ ആർട്ടിക്കിൾ 6 എന്ന് പറയുന്ന ആ ഒരു പദവി കൊടുക്കണം, സംസ്ഥാന പദവി കൊടുക്കണം, അങ്ങനെ അവർക്ക് വികസനം വരണം, അവരുടെ സ്ഥലം, അവരുടെ വിദ്യാഭ്യാസം ഇതെല്ലാം അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റണം എന്നുള്ള ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ അവിടെ ഗോത്രവർഗ പദവി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ബുദ്ധിസ്റ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 35% ബുദ്ധിസ്റ്റുകളെ ഉള്ളൂ. മാത്രമല്ല 12% ഹിന്ദുക്കളെ ഉള്ളൂ. അപ്പോ ഈ ഗോത്രവർഗം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു മലയോര പ്രദേശത്ത് ഓൾറെഡി സ്വയംഭരണ ബോഡികൾ ഉണ്ട് ഈ ഗോത്രവർഗത്തിന്. ഇനി ഈ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ആ സംസ്ഥാനം മൊത്തം ഗോത്രവർഗ പദവി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സർക്കാരിന് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം തീവ്രവാദികൾക്കാണ് ആ ഒരു സ്വയംഭരണാവകാശം കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ മുസ്ലിം സംഘടനകളും അല്ലെങ്കിൽ ട്രസ്റ്റുകളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള തീവ്ര സ്വഭാവമുള്ള പാർട്ടികളും എല്ലാം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. മാത്രമല്ല അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഈ 50% ഹിന്ദുക്കളും ബുദ്ധിസ്റ്റുകളും മാറ്റിവെച്ചു കഴിഞ്ഞാൽ 46.74% മുസ്ലിംസ് ആണ്. അപ്പോ ഈ പ്രത്യേക പദവി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കിട്ടുന്നത് മുസ്ലിംസിന് കൂടിയാണ്. ഈ ഗോത്രവർഗത്തിന്റെ ആ ഒരു പരിഗണന എന്ന് പറയുന്നത് മുസ്ലിംസിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ യാതൊരു ആവശ്യവുമില്ല. മാത്രമല്ല ഇവർക്ക് സ്വയംഭരണ പദവി കൊടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം, അതുപോലെ തന്നെ ടിബറ്റുമായി, അതായത് ചൈന കൺട്രോൾ ഉള്ള ഒരു സ്ഥലവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം, അതുപോലെ തന്നെ ജമ്മു കാശ്മീരുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം, ഹിമാചലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം, ഇവിടെ ഇവർക്ക് എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സ്വയംഭരണം എന്ന് പറയുന്ന പദവി കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യ സർക്കാരിന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് അടിച്ചമർത്തിയത്. മാത്രമല്ല ഇവരെത്ര സമരം ചെയ്താലും ഈ ഗോത്രവർഗ പദവി എന്നുള്ളത് ഇവർക്ക് കിട്ടില്ല. കാരണം ഗോത്രവർഗ പദവി എന്ന് പറയുന്നത് ഗോത്രവർഗക്കാർക്ക് മാത്രമായിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ തുടക്കത്തിലെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതി, ഇസ്ലാമിക തീവ്രവാദികളുടെ പദ്ധതി എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടു. അതിന് സഹായകരമായത് ഇസ്രായേലിൽ നിന്നുള്ള ഒരു സന്ദേശം കൂടിയാണ്. അതിലൂടെ ഉയർത്തെഴുന്നേറ്റ ആ അജിത് ഡോവലിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ, മാത്രമല്ല നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും അജിത് ഡോവലിന് കൊടുത്ത സ്വാതന്ത്ര്യവുമാണ് നമ്മളുടെ ഇന്ത്യയെ ഈ ജെൻസി മോഡൽ കലാപത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.